പറയാറുണ്ടല്ലേ, പാക്കറ്റ് പാലിനേക്കാൾ സുരക്ഷിതം നാടൻ പശുവിൻ്റെ പാലാണെന്ന്. എന്നാൽ നമ്മൾ ഈ സുരക്ഷിതമാണെന്ന് കരുതുന്ന നാടൻ പാലിലും ധാരാളം ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള ബാക്ടീരിയാസ് ഉണ്ട്. ഈക്കളയും സാൽമണയും ബ്രുസല്ലയൊക്കെ പോലെ. ഇത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അസുഖങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. എന്താണ് ബ്രുസല്ലോസിസ്? മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന ഒരു അസുഖമാണ് ബ്രുസല്ലോസിസ്. ഇതൊരു ബാക്ടീരിയൽ ഇൻഫെക്ഷനാണ്. സാധാരണ ബ്രുസല്ലോസിസ് വന്നു കഴിഞ്ഞാൽ വരുന്ന ലക്ഷണങ്ങൾ ഹൈ ഗ്രേഡായുള്ള ഫീവർ, അതുപോലെ ചുമ, ഇതെല്ലാം ആയിരിക്കും. ഈ അടുത്ത് മലപ്പുറം ജില്ലയിൽ ഒരു 8 വയസ്സുകാരി കുഞ്ഞ് ബ്രുസല്ലോസിസ് ബാധിച്ച് മരിച്ചിരുന്നു. ഈ കുഞ്ഞിനെ ഇടവിട്ടിങ്ങനെ ഭയങ്കരമായ പനിയായിരുന്നു വന്നിരുന്നത്. ഇതിൻ്റെ ലക്ഷണങ്ങൾ പലതും ആദ്യമൊന്നും ശ്രദ്ധിച്ചില്ല. അങ്ങനെ ഇത് കുഞ്ഞിൻ്റെ മരണത്തിലേക്ക് എത്തിച്ചു. ഇതിനുള്ള പ്രധാന കാരണം മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് വരുന്ന ഇൻഫെക്ഷനാണല്ലോ. ഈ കുഞ്ഞിന് പാല് വഴിയാണ് ഈ ഇൻഫെക്ഷൻ സ്പ്രെഡായത്, അതായത് റോ മിൽക്ക്. അപ്പോൾ നമ്മളെപ്പോഴും കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കുമ്പോൾ നന്നായി വെട്ടി തിളച്ച ശേഷം മാത്രം കൊടുക്കുക. റോ ആയിട്ടുള്ള ഫോമിൽ പാല് കൊടുക്കാതിരിക്കുക. ഏറ്റവും ആപ്റ്റായ കാര്യം പാസ്ചറൈസ്ഡ് മിൽക്ക് കൊടുക്കുന്നതാണ്. എന്നാൽ നമ്മുടെ വീട്ടിലൊന്നും നമുക്ക് ഈ പാസ്ചറൈസേഷനൊന്നും നമ്മൾ ചെയ്യില്ല. അപ്പോൾ എന്ത് ചെയ്യണം? നന്നായി വെട്ടി തിളയ്ക്കണം. മിനിമം ഒരു 5-6 മിനിറ്റ് നേരമെങ്കിലും പാല് നന്നായി വെട്ടി തിളച്ച ശേഷം മാത്രം അത് ഉപയോഗിക്കണം. ക്രീം, ഷെയ്ക്ക്, അതുപോലെ തന്നെ തൈര്, ഇതെല്ലാം നമ്മൾ അൺപാസ്ചറൈസ്ഡ് മിൽക്കിൽ നിന്നാണ് ഉണ്ടാക്കുന്നതെങ്കിൽ അതിൽ നിന്ന് ബ്രുസല്ലോസിസ് പകരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ എപ്പോഴും പാല് നന്നായി വെട്ടി തിളപ്പിച്ച ശേഷം മാത്രം കുഞ്ഞിന് കൊടുക്കാൻ ശ്രദ്ധിക്കുക.